കേരളത്തിലെ ക്യാമ്പസുകൾ ഒന്നാകെ തീ പിടിച്ചു നിന്നിരുന്ന അടിയന്തരാവസ്ഥ കാലം. അന്ന് എറണാകുളം ലോ കോളേജിൽ നിന്ന് മഹാരാജാസിന്റെ മെയിൻ ഹാളിലേക്ക് ഒരു നാടകം കളിക്കാനെത്തി. അങ്ങേയറ്റം വിപ്ലവാത്മകമായ ഭരണകൂടത്തെ ഒന്നാകെ വിമർശിക്കുന്ന ആ നാടകത്തിൽ അഭിനയിച്ച മെല്ലിച്ച ജുബ്ബയിട്ട ഘനഗാംഭീര്യമുള്ള ശബ്ദമുണ്ടായിരുന്ന നടൻ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള താരമാണ്. മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി. അന്ന് ആ നാടകത്തിന്റെ രചയിതാവായിരുന്ന രവി കുറ്റിക്കാട് പഴയ കാലത്തെ ഓർത്തെടുക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലം. ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകനായിരുന്ന രവി കുറ്റിക്കാട് മഹാരാജാസ് ഹോസ്റ്റലിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. അവിടെ വെച്ചാണ് മുഹമ്മദ് കുട്ടിയെയും KR വിശ്വംഭരനെയും പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ് വാട്ട്സ് ടു ബി ഡൺ എന്ന നാടകത്തിന്റെ തുടക്കം. ഞാനൊരു നാടകം എഴുതി, വാട്ട് ഈസ് ടു ബി ഡൺ എന്ന നാടകത്തിന്റെ പേര്. എന്ത് ചെയ്യണം. അപ്പൊ ഈ അധികാരത്തിന്റെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അതിന്റെ തീം. മമ്മൂട്ടി അതിന്റെ ജുഡീഷ്യറിയുടെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തോടുള്ള മമ്മൂട്ടിയുടെ അഭിനിവേശം കോളേജ് കാലത്ത് തന്നെ ശക്തമായിരുന്നു. റിഫൈനറിയുടെ സംസ്ഥാന അവരുടെ ഒരു യൂണിയന്റെ സമ്മേളനം പ്രമാണിച്ചിട്ട് ഒരു പണിക്കർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാൾ എന്നെ കാണാൻ വന്നു, യൂണിയന്റെ. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ ഈ സമ്മേളനത്തിൽ നിങ്ങളുടെ നാടകം ഞങ്ങൾ വയ്ക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ 8 മണിയായി. അപ്പം മമ്മൂട്ടി തോർത്തുകൊണ്ടൊക്കെ കൊടുത്ത് മേക്കപ്പ് ചെയ്ത് നിൽക്കണം. ഇവരെല്ലാവരും ഭയങ്കര മഴ വന്നു. സംഘാടകർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ കാശ് മേടിച്ച് പോക്കോ, ഇത് ഇവിടെ കളിക്കണ്ടേ. ഇവിടെ മമ്മൂട്ടി സമ്മതിക്കില്ല, നമുക്ക് നാടകം കളിച്ചിട്ട് പോയാൽ മതി, മഴ നിൽക്കട്ടെ. അങ്ങനെ മഴ മാറി കഴിഞ്ഞപ്പോൾ ആരുമില്ല ഗ്രൗണ്ടിൽ. അപ്പം നമ്മൾ ഈ ഗ്രാഫ് കാർഡൊക്കെ വെച്ച് ആളുകാർ വന്നു ഈ നാടകം കളിച്ചു. വാട്ട്സ് ടു ബി ഡൺ എന്നത് ലെനിന്റെ വാക്കുകളാണ്. അക്കാലത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു ഈ നാടകം. നാടകത്തിൽ ജുഡീഷ്യറിയെ പ്രതിനിധീകരിച്ചാണ് മമ്മൂട്ടി അഭിനയിച്ചത്. സ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ പഴയ വേഷത്തിൽ അരങ്ങത്ത് വരാൻ മമ്മൂട്ടി ഒരുക്കമായിരുന്നു. താരശോഭയിലും എറണാകുളത്തെ കോളേജ് കാലം മമ്മൂട്ടിക്ക് പ്രിയപ്പെട്ടത് തന്നെ. അതുകൊണ്ടാണ് രവി കുറ്റിക്കാട് രചിച്ച മഹാരാജാസിന്റെ ചരിത്രം പ്രകാശനം ചെയ്യാൻ ഒരിക്കൽ നേരിട്ടെത്തിയതും. അടിയന്തരാവസ്ഥ കാലത്ത് ഇത്രയും വിപ്ലവാത്മകമായ ഒരു നാടകം നടക്കുന്നു എന്ന വിവരം അന്നത്തെ പോലീസിനെങ്ങാനും ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന മമ്മൂട്ടി എന്ന താരമുണ്ടാകുമായിരുന്നോ എന്ന കാര്യം പോലും സംശയമാണ്.